ഈ യെല്ലോ സഫയർ ഇന്ന മെറ്റലിൽ ഉപയോഗിക്കണം എന്നുണ്ടോ? ഗോൾഡിലോ സിൽവറിലോ അതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇതൊരു ചെറിയ ലൈറ്റ് ഗോൾഡ് കളറാണല്ലോ അത്, ഈ സ്റ്റോൺ ഒരു മഞ്ഞയാണല്ലോ. അതെ. അപ്പോൾ യെല്ലോ ഗോൾഡിലാണ് ഇതിന് ഭംഗി. സിൽവറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം നോർത്ത് ഇന്ത്യൻസ് കണ്ടില്ല, എല്ലാ കല്ലുകളും അവർ സിൽവറിലാണ് ഉപയോഗിക്കുന്നത്. സിൽവർ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റലാണ്. സിൽവറിൽ കല്ലുകൾക്കെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസിയാണ്. നമുക്കൊന്ന് അഴിച്ച് പണിക്കണ്ടല്ലോ, ഒരു അളവ് വ്യത്യാസം വന്നു ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലും ഇതുകൊണ്ട് അവർ സിൽവറിനൊരു പ്രത്യേകത കൽപ്പിക്കുന്ന അത് നോർത്ത് ഇന്ത്യൻസ് ഒരു എത്ര വലിയ കല്ലുകൾ വില കൂടിയ കല്ലുകളാണെങ്കിലും അവർ സിൽവറിലാണ് ഉപയോഗിക്കുന്നത്. ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭംഗി കാണാനായിട്ട് ഗോൾഡിലാണ്. ഗോൾഡിൻ്റെ കളറത്തിൽ ഇത് കണ്ടത്, ഇത് ഗോൾഡിൻ്റെ കളറിൽ തന്നെ ചെയ്തിരിക്കുന്ന. അപ്പോൾ ആ ഗോൾഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഇതിനകത്ത് വരും. ഇത് നമ്മൾ ഈ ആമയുടെ ഷേപ്പിലുള്ള ഒരു ഷേപ്പിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് യെല്ലോ സഫയർ. അപ്പോൾ അത് ഗോൾഡിൽ കെട്ടി വരുമ്പോൾ അതിന് കുറച്ചും കൂടെ ആ കല്ലിനൊരു കളറും ഒരു ഭംഗിയും കൂടെ ഭംഗി വരും, കുറച്ചും കൂടെ ഭംഗി വരും. കാരണം മെറ്റലുമായിട്ട് ചേരും. ഇപ്പോൾ ചില കല്ലുകൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഗോൾഡുമായിട്ട് അങ്ങനെ നിൽക്കും. കെട്ടുമ്പോൾ വീണ്ടും ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കൊണ്ടാണ് ഈ ഇത്രയും കളർ ഇതിന് വന്നിരിക്കുന്നത്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ കളർ കുറവ് തന്നെയാണ് കാണിക്കുന്നത്.